വൈറ്റ് ഷൂ, ലൈറ്റ് ബ്ലൂ പാന്റ്. ഫ്രണ്ട്സ്, നമ്മൾ പയ്യെ രാവിലെ ഇറങ്ങുകയാണ്. സോ ഗുഡ് മോർണിംഗ് എവറി വൺ. സോ ദിസ് ഇസ് ഡേ 2. അപ്പോൾ ഡേ 2-ൽ ഞങ്ങളുടെ ഡ്രസ്സ് ബ്ലൂ ആണ്. ലൈറ്റ് ബ്ലൂ ജീൻസ്, വൈറ്റ് ഷൂസ് ആൻഡ് ബ്ലൂ ടോപ്പ്. ഓക്കെ അഡിഡാസ്. അപ്പോൾ ഞാൻ ട്രൈപോഡ് എടുക്കാൻ വേണ്ടി മേളിൽ പോയതായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുവാണ്. ഞങ്ങൾ നൂഡിൽസ്, ബ്രെഡൊക്കെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞങ്ങൾ തന്നെ ഉണ്ടാക്കി കഴിച്ചു. അതൊന്നും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം വിശന്നിട്ട് പാടില്ലായിരുന്നു. അപ്പോൾ ഇനി ഇനിയിപ്പോൾ ഞങ്ങൾ ഇറങ്ങുക പാർക്ക് ഒമേഗ. അവിടെ പോകാമെന്നാണ് കരുതിയേക്കുന്നത്. എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറി. നമ്മളിപ്പോൾ ഉടനെ രാവിലെ തന്നെ ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ട്. എന്നാലും ടിമ്മി പോയി ഒരു ചായ കുടിച്ചില്ലെങ്കിൽ നമുക്കൊരു അസുഖം കിട്ടത്തില്ല. ഇവിടെ രാവിലെ ഒരു ചായ കുടിക്കാൻ വേണ്ടി എവിടെയെങ്കിലും പോയി നോക്കാം. ടിമ്മി ഉണ്ടോ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും ചായ വല്ലതും കുടിച്ചിട്ട് നമുക്ക് വയ്യേ ഒമേഗയോ പാർക്ക് ഒമേഗ പാർക്ക് ഒമേഗയിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഞാൻ മാപ്പിട്ട് അവിടെ കാണാം. എവിടെയൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പോൾ ടിക്കറ്റ് എടുത്ത് കയറി വന്നു. ഇതെന്താന്ന് വെച്ചാൽ ഇത് പാർക്കൊമേഗയാണ്. ഇപ്പം ഞങ്ങൾ ഒരു വലിയ മാപ്പൊക്കെ തന്നിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ പോകുന്ന വഴി തന്നെ മൃഗങ്ങളെ കാണാൻ പറ്റും. അതാണ് ഇവിടുത്തെ ഒരിത് ലൈവായിട്ട്. അപ്പോൾ പറഞ്ഞു, ചില മൃഗങ്ങളൊക്കെ മീറ്റിംഗ് സീസണാണ്, അപ്പോൾ അവരെയൊക്കെ അവോയ്ഡ് ചെയ്യുക, അവരുടെ അടുത്തൊന്നും പോകാതിരിക്കാൻ നോക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞു. നമുക്ക് അവരെ ഫീഡ് ചെയ്യരുത്. അതൊക്കെ പിന്നെ എല്ലായിടത്തും ഉള്ള പോലെ തന്നെ. വലിയ മാപ്പ ഇതാണ്. അപ്പം ഞങ്ങളിവിടെ റെസ്റ്റോറൻറ്റിൽ ഇവിടെ തന്നെ കയറുന്നവിടെ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അതിൻ്റെ ബാക്ക് വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പം ഞങ്ങൾ ചെറിയ 2 കോഫി, ഒരു പുട്ടീനും വാങ്ങി, റെഗുലർ പുട്ടീൻ. ഇനി പതിയെ ഇവിടുന്ന് പോവാണ്. ചിലപ്പോൾ കഴിച്ചിട്ട് പോവും. ഉള്ളത് പറയാലോ, ഉള്ളത് പറയാലോ. ഒരു വായിക്ക് കൊള്ളത്തില്ല കാപ്പിയാ. പിന്നെ നമുക്ക് ഇതുണ്ടല്ലോ ബാക്കിൽ നല്ല രസമുണ്ട് കാണാൻ. കണ്ടോ മറ്റേ ഫാളിൻ്റെ. അപ്പം ഞങ്ങൾ ഇവിടുന്ന് സുവനീറായിട്ട് കാണിച്ചേ പാർക്കൊമേഗയുടെ നമ്മൾ കണ്ടില്ല. അതിനു മുമ്പേ ഞങ്ങൾ സാധനങ്ങളൊക്കെ മേടിച്ചു. ഇവിടെ എല്ലാത്തിനേ നമ്മുടെ നാട്ടിൽ നമ്മൾ ടൂർ പോയിട്ട് സാധനങ്ങൾ മേടിക്കാൻ കയറത്തില്ലേ, അതുപോലെ തന്നെ ഇവിടെയും എല്ലാത്തിനും ഭയങ്കര വിലയാണ്. ഇവിടെ റെസ്റ്റോറൻറ്റ് എല്ലാം കൂടെ ഒറ്റ ഇതായിട്ടാണ്. ഇത് കണ്ടോ, എനിക്ക് ക്യാൻഡി മേടിച്ചത് കുറേ ഉണ്ട്. മത്തങ്ങ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഓക്കെ. ഓ മൈ ഗോഡ്, വഴി നിറച്ച ആൾക്കാര്. നിങ്ങൾ കണ്ടു? അയ്യോ അതെ, ഞങ്ങൾ പെട്ടുമാനെ. അയ്യോ ഗൈസ്, നമ്മൾ പെട്ടു ഗൈസ്. ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ട് അപ്പൊ ഇതേ ഞങ്ങൾ ആദ്യം കുഞ്ഞൻ വരുന്നു. ഇത് കൊള്ളാം കേട്ടോ. ഇവിടെ നോക്ക. ഗൈസ് ഞങ്ങൾ ഇങ്ങനെ കൂടെ കണ്ടു. ഞങ്ങൾ ഇതിനെയും കണ്ടു. ഭയങ്കര രസമുണ്ട് കേട്ടോ ഫാളിലൂടെ വരാൻ വേണ്ടിട്ട്. ഫുൾ ഇങ്ങനെ ഇതൊക്കെ ആയിട്ട്. വാവ് ഫ്രണ്ട്സ്, നമ്മളിപ്പം കാണുന്ന നമ്മുടെ പുള്ളിമാനും കലമാനൊക്കെയാണ്. ഇത് നമ്മുടെ വെള്ള കളറുള്ള മാൻ. കണ്ടോ, വെള്ളമാൻ കണ്ടോ നിങ്ങൾ കാണും. എൻ്റെ മോനെ, നമ്മളിനി ഇങ്ങോട്ടാ പോകുന്നത് അല്ലേ? മേലോട്ടല്ലേ പോകുന്നത് വേണം. So we are going this way, right? Yes. അപ്പേ നമ്മളിപ്പം പുള്ളിമാന്റെ അടുത്തോട്ടേക്കാ പോകുന്നത് കേട്ടോ. ആണോ? മതി. വാവ്. ഒരാൾ നമ്മളോട് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി വന്ന് നോക്കി നിൽക്കുകയാണ്. സോറി ഗൈസ്, we don't have anything. ഞങ്ങൾ പാപ്പരാസുകളാണ്. ഞങ്ങൾക്ക് ഇങ്ങനെ കാണാനേ അറിയത്തുള്ളൂ. ഞങ്ങളിപ്പോൾ ആ മാനിനെ കണ്ട് അവിടെ ഇങ്ങനെ പാർക്ക് ചെയ്യാനുണ്ട്. അവിടെ പാർക്ക് ചെയ്തിട്ട് ഇത് ഇവിടെ ഇപ്പം ഇറങ്ങിയേക്കാണ്. ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ഒരു രക്ഷയില്ല. ഇവിടെ ഒരു ചെറിയ 700 മീറ്ററിൻ്റെ ട്രെയിലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ഫാളിൽ വരാൻ ഒരു രക്ഷയില്ല കേട്ടോ. എനിക്ക് വിൻ്റർ സമ്മർ എങ്ങനെയാണെന്നറിയില്ല. ഇച്ചിരി കൂടെ നേരത്തെ വരേണ്ടതായിരുന്നു. കണ്ടോ അവിടെയൊക്കെ ഇലയൊന്നും ഇല്ല മരത്തേൽ. അത് മാനൊക്കെ അതിലൂടെ നടപ്പുണ്ട്. ബട്ട് സ്റ്റിൽ ഞങ്ങളിപ്പോൾ അവിടെ നിന്ന് ഇച്ചിരി ഇങ്ങനെ നടന്നു കേട്ടോ. ട്രെയില് നല്ല രസമുണ്ട്. ഇവിടെ ഇതുണ്ട്, ഇവിടെ എന്തൊക്കെയോ ആണ്.
ഓ ഏതൊക്കെയോ നേഷൻസിൻ്റെ ഭാഗം എനിക്ക് അറിഞ്ഞൂടാ എന്താ സംഭവം. ഇവിടെ ഒരുപാടുണ്ട് അങ്ങനെ. ഇത് നോക്കിയേ, ഇങ്ങോട്ടെല്ലാം ഉണ്ട്. ഇറ്റ്സ് പാർട്ട് ഓഫ് ദിയർ റിച്വൽ ഓർ കൾച്ചർ. അപ്പം ഞങ്ങൾ ട്രെയിൽ കുറച്ച് നടന്നു. ഇനി തിരിച്ച് വണ്ടിയുടെ അടുത്തോട്ട് പോവാണ്. മാനിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. അടുത്ത ഏത് സെക്ഷനാണ്? ഈ നമ്മൾ പേപ്പർ അവിടെ വെച്ചിട്ടാണ്. ഇത് കണ്ടോ, 1 2 3 4 5. ദേ അങ്ങനെ അടുത്തത് മൂസ് ആണോ? മൂസല്ലേ? കൊള്ളാം കേട്ടോ. എന്താണേലും വന്നതിന് വെർത്താണ് ഈ സ്ഥലം അല്ലേ? ഇങ്ങനെ കുറെ മൃഗങ്ങളെയൊക്കെ ഇങ്ങനെ കാണാം. ഓക്കെ, എന്നാ നമ്മളിനി കുതിരയുടെ അടുത്തോട്ടാണ് പോകുന്നത് എനിക്ക് തോന്നുന്നു. ഇത് കണ്ടോ, നമ്മളിനി കഴുതയുടെ അടുത്തായിരുന്നു മുന്നോട്ട്. കോവറ കഴുത. ഇവര് ഈ ഉണ്ടാക്കി വെച്ചേക്കുന്നത് സമ്മതിക്കണം കേട്ടോ. എന്നാന്നൊക്കെ പറഞ്ഞാലും ആർട്ടിഫിഷ്യൽ ആണെങ്കിലും അത് എന്തൊരു വൃത്തിക്കാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അതെന്താ അത്? അതെന്നാ സാധനം? എന്നാന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ അതിൻ്റെ ഒന്നും പേര്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവോ? ഓക്കെ, ഞങ്ങളിപ്പോൾ അടുത്ത സ്ഥലത്തെത്തി. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇതൊക്കെ ഞാനിവിടെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ, അവിടെ അതിൻ്റെ ഫാമിലി ഉണ്ട് കേട്ടോ. ആക്ച്വലി നമുക്ക് അങ്ങോട്ട് പോകാം. ഇത് കണ്ടോ, ഇവിടെയൊക്കെ എന്ത് ഭംഗിയാണ് കാണാൻ. എന്ത് ഭംഗി. വേണ്ട, ഞാൻ പാടുന്നില്ല. അവിടെ ഫുൾ ഫാമിലി ആയിട്ട് ഒരുപാട് പേരുണ്ട്. ഫുൾ ഫാമിലി ഇതിനകത്ത് കിടപ്പുണ്ട്. ഇവരെല്ലാവരും കൂടെ എന്തൊക്കെയോ നമ്മളെ നോക്കുന്നുണ്ട്. അയ്യോ, രണ്ടാമാർ നമ്മളെ തന്നെ നോക്കുന്നു. അയ്യോ, ഒരുത്തിന് ഇച്ചിരി ആറ്റിറ്റ്യൂഡ് ഇട്ടാണ് നമ്മൾ നോക്കുന്നത്. സീനാണോ? മഴ പെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഞങ്ങൾ അടുത്ത പാർക്കിങ് ഇങ്ങനെ റെസ്റ്റ് റൂമൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയുണ്ട് ചെറിയൊരു ഇങ്ങനെ ഗിഫ്റ്റ് ഷോപ്പ്, ഒരു ചെറുതായിട്ട് കാപ്പി, ഫുഡ് ഐറ്റംസ് ഒക്കെ തന്നെ. അപ്പോൾ ഞങ്ങളൊരു ഫ്രൈസ് മേടിച്ചു. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ഏട്ടൻ വാഷ്റൂമിൽ പോയിക്കാണ്. ഐ എം വെയിറ്റിംഗ് ഫോർ ഹിം. അവിടെ ചെറുതായിട്ട് ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. വോൾഫിനെ നടന്ന് കാണാനുള്ള ഒരു സ്ഥലമുണ്ട്. ഞങ്ങൾ അങ്ങോട്ടേക്കാണ് വന്നത്. അവർക്ക് വേണ്ടിയിട്ട് ഇത്രയും പൊക്കത്തിൽ ഇതൊക്കെ ഇങ്ങനെ പറ്റിയിട്ടൊക്കെ ഉണ്ട്. എന്തേ? ഓക്കെ, കണ്ട തൂണ്ടി. ഇവിടെ കുറേ പേരുണ്ടായിരുന്നു. കൊണ്ട് അതെ അവര് കണ്ട ഒരു ബീവറിനെ പിടിച്ചിട്ടുണ്ട്. ഒരു അണ്ണ, മറ്റേ വലിയ അണ്ണല്ലേ. ഉഫ് മോനെ, സീന്. ഇതുകൊണ്ട് ഇതുണ്ട് അടിപിടി കൂടുക. പിന്നെ അവിടെ നിന്ന് പോന്നപ്പോൾ പിന്നെയും കുറച്ച് ടർക്കി, മാന്, പിന്നെ എന്താണ്ടൊക്കെ ഒരു സാധനം. ഇത് കണ്ടോ? ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ ഒൻറ്റാരിയോടെ ഒരു വണ്ടി കണ്ടു കേട്ടോ. ഫൈനലി നമ്മൾ ആൽഫ സെക്ഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കരടി ഫാമിലിയാണ്. നല്ലൊരു നടക്കുന്നുണ്ടോ? അടിപൊളി സാധനം. ഞാൻ പേടിച്ചു പോയി. എന്റെ അമ്മേ, ഞാനും അതെ. കൊറേ എണ്ണം ഉണ്ട് കേട്ടോ. തെറവറാണ് കളിയാന്ന് തോന്നുന്നു എല്ലാരും കൂടി. ഇത് പട്ടിയുടെ ഒക്കെ എന്താണ് ഒരു ഇതല്ലേ? ആ, പട്ടി വാല് മാത്രം ഇച്ചിരി ഫോക്സ് തന്നെ. ഇവിടുത്തെ ഗാർഡ് പോകുന്നതാണ് കേട്ടോ. അത് അങ്ങനെ കാണുന്നത്. ആക്ച്വലി വഴിയൊന്നും ഇല്ല ആക്ച്വലി പറയുകയാണെങ്കിൽ.
പോയല്ലേ അങ്ങ് പോയി. ഇത് കാട്ടിക്കൂടെ അത് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നതായിരിക്കും. അങ്ങനത്തെ കാട്ടിക്കൂടെ അങ്ങനത്തെ വഴിയാണിട്ടേ. ഇവിടെ ഇങ്ങനെ കരടികൾ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്ക് എന്താ മുടങ്ങിയ ശകലമുണ്ട് ഒരാൾ വന്ന് നിൽക്കുന്നു. സൈഡിലായിട്ട് ഒരാൾ വന്ന് ഇവിടെ എന്താ നടക്കുന്നത് അറിയാൻ നിൽക്കുന്നു. ഇവിടെ ഒരാളെ മാളത്തിൽ കയറാൻ വേണ്ടി പോകണമെന്ന് തോന്നുന്നു. അല്ലേ വേണ്ട, തിരിച്ചു പോയേക്കുമെന്ന് പറഞ്ഞു. ചെറിയൊരു പോട്ടിക്ക് ചാൻസസ് ഉണ്ട്. ചക്കട 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 ചക്കട. ഓ അത് പൊങ്ങിയത് കാണത്തില്ല ആ വീട് കാരണം. എന്തിനാണെന്നറിയില്ല. ഇത് റോക്കി എന്താണ്? റോക്കി മൗണ്ടൻ ഫോക്സ്. മൗണ്ടൻ ഫോക്സ് അല്ലേ? ഗോഡ്സ്. ഓക്കെ. ഇത് മറ്റേ വരയാടിന്റെ ഒരു സെറ്റപ്പാണ്. ഇത് വെള്ള കളറ്. മറ്റേത് നമ്മള് മുമ്പേ കണ്ട നോർമൽ. ഇവര് കുറച്ചുകൂടെ വയലന്റ് ആണെന്ന് തോന്നുന്നു. ഇവരെ മറ്റേ ഇതിനകത്തൊക്കെ ഇട്ടേക്കുന്നത് അല്ലേ, മറ്റേ വേലിക്കകത്തൊക്കെ ഇട്ടേക്കുന്നത്. ഇനി ഇവിടെ ഫുള്ള് കരടിയുടെ ഏരിയാസ് ആണ്. മുഴുവൻ ആരെയോ വിളിച്ചിരിക്കുന്ന ഇതിലൊരു പുള്ളി ഓടി അങ്ങ് പോയിട്ടുണ്ട്. ആ പുള്ളീനെയാണ് ഇവര് നോക്കിയിരിക്കുന്നത്. ഫുള്ളായിട്ട് കഴിഞ്ഞു. ഇനി ഞങ്ങൾ തിരിച്ചു പോവാ. അടിപൊളിയായിരുന്നു അല്ലേ? രണ്ടുപേരും തമ്മിൽ ഇവിടെ ഈ കൊമ്പ് കോർക്കണം. സീനാണ്. ഇതിനൊക്കെ പറയാം. പാർക്കുമ്പേന്ന് ഞങ്ങൾ വെളിയിൽ ഇറങ്ങിയപ്പോൾ മുതൽ മഴ പെയ്യാൻ തുടങ്ങി. എന്ത് പറഞ്ഞാലും നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ ഇത്. ഫാളിൽ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. ഞങ്ങൾ ഏകദേശം കഴിയാറായാണ് ചെന്നത്, എന്നാലും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. കുറേയൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റി. ഏറ്റവും ത്രില്ലടിച്ച് എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വോൾഫിനെ കാണുന്നത്. ബാക്കിയൊക്കെ ഇതിനെയൊക്കെ നമ്മൾ സൂവിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കണ്ടിട്ടുണ്ടാവുമല്ലോ. ബട്ട് ഞാൻ ഇതുവരെ വോൾഫിനെ കണ്ടിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലും ത്രില്ലും ആയിരുന്നു. അതിനെ കണ്ടപ്പോഴും ഭയങ്കര ഒരു എന്തോ ഒരു കാര്യം നേടിയൊരു ഫീലായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. പിന്നെ തിരിച്ച് മഴയായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും വീഡിയോ അധികമൊന്നും എടുത്തിട്ടൊന്നുമില്ല. നേരെ പിന്നെ നീ വീട്ടിലോട്ട് പോന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് കിടക്കാനുള്ള പരിപാടിയായിരുന്നു. അതൊന്നും പിന്നെ വീഡിയോ എടുത്തില്ല. പിന്നെ വീട്ടിൽ വന്ന് കിടന്നുറങ്ങുക ചെയ്തേ, കാരണം നാളെ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകണം. അപ്പോൾ അങ്ങനെ എന്താണ് അടിപൊളി ഒരു യാത്രയായിരുന്നു. ഇനി വിൻ്ററിൽ ഒന്ന് വരണം. വിൻ്ററിൽ ഇതിന് പ്രത്യേക ഒരു ഭംഗിയാണെന്നാണ് അറിഞ്ഞത്. അപ്പോൾ പാർക്കൊമേഗ വിൻ്ററിൽ ഒന്ന് വരണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.